Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ഇനി അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹാൻ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ലോകപാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരിമലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഠാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടത്തി. കാൽവരിയിലേക്കുള്ള പീഠാസഹനത്തിന്റെ ഓർമ്മയിൽ 14 സ്ഥലങ്ങളിലൂടെ മരക്കുരിശുമെടുത്താണ് വൈദികരും വിശ്വാസികളും കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചത്. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. കേരളത്തിലെ യുവാക്കളിലും കുട്ടികളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ആസക്തിക്കെതിരെ പ്രചരണ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ഉത്സവം ആചാര വെടിക്കെട്ടിനെതിരെ കേസെടുത്ത് കണ്ണപുരം പോലീസ്. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിനാണ് കേസ്. പയ്യന്നൂരിന്റെ കലാസാംസ്കാരിക മേഖലയിൽ അളവറ്റ സംഭാവനകൾ നൽകിയ യുണീക് കൊക്കാനശ്ശേരിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ചെണ്ടമേളം അരങ്ങേറ്റം നടക്കും. പയ്യന്നൂർ സുധിയുടെ ശിക്ഷണത്തിൽ പ്രായലിംഗ ഭേദമന്യേ 40 കലാകാരന്മാർ ചെണ്ടമേള അരങ്ങേറ്റത്തിനായി അക്ഷീണ പ്രയത്നത്തിൽ. വാർത്തകൾ വിശദമായി. ലോകപാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരിമലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഠാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടത്തി. കാൽവരിയിലേക്കുള്ള പീഠാസഹനത്തിന്റെ ഓർമ്മയിൽ 14 സ്ഥലങ്ങളിലൂടെ മരക്കുരിശുമെടുത്താണ് വൈദികരും വിശ്വാസികളും കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി രാവിലെ 7-ന് നടക്കാവിലെ കുരിശടിയിൽ നിന്നുമാണ് പീഠാസഹന യാത്രയായ കുരിശിന്റെ വഴി ആരംഭിച്ചത്. തൃക്കരിപ്പൂർ പള്ളിയിൽ യാത്ര സമാപിച്ചു. തുടർന്ന് പരിയാരം മദർ ഹോമിലെ ബ്രദർ ഷിൻഡോ ദുഃഖവെള്ളി സന്ദേശം നൽകി. ദിവ്യകാരുണ്യ സ്വീകരണവും കുരിശുചുംബനവും തുടർന്ന് നഗരി കാണിക്കലും പ്രധാന കർമ്മങ്ങളാണ്. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കമിടുന്ന പാതിരാ കുർബാനയ്ക്ക് മുന്നോടിയായി ശനിയാഴ്ച രാത്രി 10:30-ന് തൃക്കരിപ്പൂർ പള്ളിയിൽ ആരാധന നടക്കും. 50 നോമ്പിന് സമാപനം കുറിച്ചാണ് ഉയിർപ്പ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. കേരളത്തിലെ യുവാക്കളിലും കുട്ടികളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ആസക്തിക്കെതിരെ പ്രചരണ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിനങ്ങളിലായി നടന്നുവന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാവി പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി ഭക്ഷണവും പോഷണവും പഠനങ്ങൾ സംഘടിപ്പിക്കും. കോളേജ് ക്യാമ്പസ് ശാസ്ത്ര സമിതികളിലും പരിഷത്ത് യൂണിറ്റുകളിലുമാണ് പഠന പരിപാടി നടത്തുന്നത്. ഭക്ഷ്യ സംസ്കരണം, ഭക്ഷണവും മനുഷ്യ സംസ്കാരവും, ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ചരിത്രം, രാഷ്ട്രീയം, ശാസ്ത്രം തുടങ്ങി മനുഷ്യന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സമസ്ത കാര്യങ്ങളും പ്രതിപാദിക്കുന്നതാണ് പഠനം. മെയ് ജൂൺ മാസത്തിലാണ് പഠനം നടത്തുന്നത്. സമ്മേളനത്തിൽ വെച്ച് 2025-26 വർഷത്തെ കണ്ണൂർ ജില്ലാ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. PV ജയശ്രീയെ പ്രസിഡന്റായും ബിജു നെടുവാലൂരിനെ സെക്രട്ടറിയായും കെ ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സമ്മേളന പ്രതിനിധികൾ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മേളന ഓർമ്മക്കായി നൽകുന്ന ശാസ്ത്ര ലൈബ്രറി കോർണറിലേക്ക് നൽകുന്ന പുസ്തകങ്ങൾ മുൻ MLA TV രാജേഷ് സ്കൂൾ പ്രിൻസിപ്പൽ N രാജേഷിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.
ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ഉത്സവം ആചാര വെടിക്കെട്ടിനെതിരെ കേസെടുത്ത് കണ്ണപുരം പോലീസ്. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിനാണ് കേസ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആചാര വെടിക്കെട്ടിനെതിരെയാണ് കണ്ണപുരം പോലീസ് കേസെടുത്തത്. ചെറുകുന്ന് കണ്ണപുരം ഇരിണാവ് ദേശവാസികളുടെ നേതൃത്വത്തിലാണ് ആചാര വെടിക്കെട്ട് നടത്തിയത്. എന്നാൽ വെടിക്കെട്ടിന് കലക്ടറുടെ അനുമതിയോ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണപുരം പോലീസ് കാഴ്ചവരവ് കമ്മിറ്റികളുടെയും ഉത്സവാഘോഷ കമ്മിറ്റി കരിമരുന്ന് പ്രയോഗം നടത്തിയവർക്കും എതിരെ കേസെടുത്തത്. 15, 16, 17 തീയതികളിലാണ് വെടിക്കെട്ടുണ്ടായത്. ഇത്തവണയും വൻ ജനാവലിയാണ് ഉത്സവം കാണാനായി ക്ഷേത്രത്തിൽ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിന്റെ കലാസാംസ്കാരിക മേഖലയിൽ അളവറ്റ സംഭാവനകൾ നൽകിയ യുണീക്ക് കൊക്കാനശ്ശേരിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ചെണ്ടമേളം അരങ്ങേറ്റം നടക്കും. പയ്യന്നൂർ സുധിയുടെ ശിക്ഷണത്തിൽ പ്രായലിംഗഭേദമന്യേ 40 കലാകാരന്മാർ ചെണ്ടമേള അരങ്ങേറ്റത്തിനായി അക്ഷീണ പ്രയത്നത്തിലാണ്. യുണീക്ക് കൊക്കാനശ്ശേരിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് 40 പേരുടെ ചെണ്ടമേളം അരങ്ങേറ്റമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ പഠനത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. സുധി പയ്യന്നൂരാണ് അധ്യാപകൻ. ക്ലബ്ബ് ഭാരവാഹികളും സുധി പയ്യന്നൂരൊക്കെ എനിക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. എത്ര നാളായി കുട്ടികൾ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 3 മാസം. അത് ശനി ഞായർ ദിവസങ്ങളിലും പിന്നെ വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരങ്ങളിലും മൊത്തം 6 മാസത്തോളമായി. പക്ഷേ ക്ലാസ് ടൈം നോക്കി ഒരു 3 മാസത്തെ കാലയളവിൻ്റെ സമയം ആയിട്ടുണ്ട് ക്ലാസ്. അധ്യാപകനും കുട്ടികളും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് പ്രായഭേദമന്യാണല്ലേ? ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, അതുപോലെ പുരുഷന്മാരും സ്ത്രീകളും ആയിട്ടാണ് 40 പേര്. 6 മാസത്തോളമായി പഠിക്കും. 6 മാസമായി. പക്ഷെ ഒരു 30 ക്ലാസ്സോളം അല്ലേ, 30-32 ക്ലാസ്സോളം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ചെണ്ടയിലായിരുന്നില്ലല്ലോ പഠിപ്പിച്ചു തുടങ്ങിയത്? അല്ല, ആദ്യം പിന്നെ പുളിമുട്ടിയും പിന്നെ ഇപ്പം പണ്ട് കരിങ്കല്ല ഉപയോഗിക്കൽ, ഇപ്പം അതിന് പകരം മരത്തിൻ്റെ കട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുളിമുട്ടിയും കട്ടയും വെച്ചിട്ടാണ് ആദ്യത്തെ പരിശീലനം. ഇന്നിപ്പോൾ ചെണ്ട പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ചെണ്ടയും കോലും ഒന്ന് പൊരുത്തപ്പെടണം കുട്ടികൾ. ആ ചെണ്ടേൻ്റെ കോലും പുളിമുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്, കോലിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കോലും ചെണ്ടയായിട്ട് പൊരുന്നിട്ട് ഒരു പരിചയം, ചെണ്ടയിലെ ഒരു പരിചയം ആണ് ഇന്നത്തെ ഒരു അഭ്യാസത്തിൻ്റെ ഉദ്ദേശം. അതെ. അപ്പോൾ താളം ആദ്യം പറഞ്ഞു കൊടുക്കും, പിന്നെ അത് കൊട്ടി കാണിച്ചു കൊടുക്കും. ആദ്യം കയ്യിൽ സാധകം ചെയ്യിച്ചെടുക്കും. സാധകം ചെയ്യിച്ച ശേഷം മേളത്തിൻ്റെ വായത്താരികളുണ്ട്. ആ വായത്താരി ചൊല്ലി ഹൃദയസ്ഥാനിക്ക് കൊടുക്കും. ആ ചൊല്ലി വായത്താരി നമ്മൾ ആ കുട്ടികളുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞ ശേഷം അതേ എണ്ണങ്ങൾ ചെണ്ടയിൽ കൊട്ടിക്കും. ആദ്യം കുട്ടിയിൽ കൊട്ടിച്ചു, ആ കൊട്ടിച്ചത് ചെണ്ടയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ഥാന വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി ചെണ്ടയിൽ അതേ വായത്താരി കൊട്ടിച്ചെടുക്കും. ഈ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ചെണ്ടമേളം കൂടാതെ എന്തൊക്കെ പരിപാടികളാണ് ശരിക്കും നടത്തി വരുന്നത്? ഞങ്ങൾ പിന്നെ യുണീക്ക് കൊക്കാനശ്ശേരി കഴിഞ്ഞ 40 വർഷമായിട്ട് പയ്യന്നൂരിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൊരു സാംസ്കാരിക സംഘടനയാണ്. അതിൽ ഇപ്പം ഈ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ജില്ലാതലത്തിലുള്ള ഒരു ഷട്ടിൽ ടൂർണമെൻറ്റ് നടത്തിക്കുന്നു. ഞങ്ങളുടെ ഈ ആദ്യകാല അംഗമായിട്ടുള്ള PV പ്രസാദിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി, അദ്ദേഹം ഷട്ടിൽ കളിക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷട്ടിൽ ടൂർണമെൻറ്റ് ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി. പിന്നീട് നമ്മൾ RC ഗോപിനാഥൻ എന്ന് പറയുന്ന വേറൊരു സുഹൃത്ത് ഇതിൻ്റെ ഇതായിട്ടുള്ള സ്ഥാപകാംഗം കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു ഫിലിം മേള ഒരു 3 ദിവസങ്ങളിലായിട്ട് പയ്യന്നൂർ സിവിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഇത്തരം പരിപാടികളുടെ സമാപനം എന്ന രീതിയിലാണ് ഇപ്പോൾ മെയ് 11-ാം തീയതിയാണ് ഇതിൻ്റെ അരങ്ങേറ്റവും. പയ്യന്നൂർ സുധി എന്ന് പറയുന്ന പിന്നെ ചെണ്ടവാദ്യ കലാകാരൻ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ത്യാഗത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് രൂപം. ഒരു പൈസ പോലും അദ്ദേഹം വാങ്ങിക്കുന്നില്ല. അതേ അവസരത്തിൽ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ജോലികൾക്ക് ഇടയിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങളെയും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ ഈ ചെണ്ടമേളത്തിനൊക്കെ കൃത്യമായ പ്രാധാന്യം ഇത്തരം കൂട്ടായ്മകൾ നൽകുമ്പോൾ സുധിയേട്ടൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും സമൂഹത്തിന് നല്ലൊരു നിർദ്ദേശവും സന്ദേശവുമാണ് ഇത്തരം കലാസമിതികൾ നൽകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ ഉള്ളൊരു അവസരം ഇങ്ങനെയുള്ള കലാസമിതികളാണ് ഉണ്ടാക്കിത്തരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കല എന്ന ഒരു മാധ്യമത്തിലൂടെ അവരെ ജീവിതം
മരത്തിൻ്റെ ഭാഗമായി കലയും കൊണ്ടു നടക്കാനുള്ള ഒരു ഭാഗ്യം കുട്ടികൾക്ക് ഉണ്ടാക്കട്ടെ, എനിക്കും കിട്ടിയ പോലെ എന്നാണ് ഞാൻ ഈ കല പഠിപ്പിക്കുന്നത് കൂടി ആഗ്രഹിക്കുന്നത്. ഇതിൽ ചെറിയ കുട്ടികളുണ്ട്, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റായി പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ കൃത്യമായി കലയുടെ ഒരു ലോകത്തേക്ക് തുറന്നുവിടാൻ പറ്റുന്നുണ്ടോ? ഈ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ നമുക്ക് ഇത് പഠിക്കാൻ വരുമ്പം അവരാ ഡിഫറൻസ് മനസ്സിലാവും. എന്നുവെച്ചാൽ ശ്രദ്ധ ഫുൾ ടൈം നമുക്ക് ഇതിൽ കിട്ടില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുറേ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ക്ലാസ്സിൽ വന്നതിന് ശേഷം അതിൽ കുട്ടികൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെണ്ട വീട്ടിൽ ഞാൻ കോല് കൊടുത്തുവിടും. അപ്പോൾ വീട്ടിലെത്തിയാലും ഈ മൊബൈൽ ഉപയോഗിക്കുന്ന സമയം ഈ കോലും എടുത്തിട്ട് ചെണ്ട ഇവിടുന്ന് പഠിപ്പിച്ചത് കൊട്ടായിരിക്കുമ്പം അത്രയും സമയം അവർ മൊബൈലിനെ ഉപേക്ഷിച്ചിട്ട് ഈ കലേൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ വരുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ താളപ്പെരുക്കും അത് വന്നാൽ മനസ്സിലും അതുപോലെ കയ്യിലും വന്നാലല്ലേ ചെണ്ടയൊക്കെ നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു കോൺസെൻട്രേഷൻ കുട്ടികളുടെ ഇനിയുള്ള സ്കൂൾ പഠനകാലത്തിലേക്കും കൂടി ഒരു മുതൽക്കൂട്ടാവുന്നത്. ചെണ്ട പഠനം എന്ന് പറഞ്ഞാൽ ചെണ്ടയുടെ പഠനം കണക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണക്കിലെ കളികളാണ് ഈ ചെണ്ടയിലൂടെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ കണക്കുമുണ്ട് കാര്യമുണ്ട്. അപ്പോൾ ചെണ്ട പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് മാത്സിലെല്ലാം നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പല അധ്യാപകർ തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല മാറ്റമുണ്ട് പഠിപ്പിച്ച ഗ്രൂപ്പിലെല്ലാം. അപ്പോൾ അത് ഇപ്പം പറഞ്ഞ അറിവിൽ ഇപ്പം ഞാൻ പകർന്നു നൽകുന്നതിലും പുറമേ നിന്നാണല്ലോ എൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ അനുഭവത്തിൽ കുട്ടികളെ മാനസികമായ വളർച്ചയ്ക്കും കലയിൽ മറ്റ് വിദ്യാഭ്യാസത്തിനും അടക്കം ഈ കല പഠിക്കുന്നതിൽ കൂടി ഊന്നൽ കിട്ടുമ്പം അവർക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും. യൂണിക് ഒക്കാനിശ്ശേരി ഇങ്ങനെ ഓരോ കലാപ്രവർത്തനം മുന്നോട്ട് വെക്കുമ്പോൾ 40ഓളം പേർക്ക് ചെണ്ട പഠനവും അതിൻ്റെ അരങ്ങേറ്റവും നടത്തുമ്പോൾ കലയെ കൂട്ടുപിടിച്ച് നല്ല കുട്ടികളായി നല്ല തലമുറയെ വാർത്തെടുക്കുവാനൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. ഗ്രാൻഡ്മ ഫുട്ബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പയ്യന്നൂർ 7 ഫുട്ബോൾ ടൂർണമെന്റിന് കണ്ടങ്ങാളി ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തുടക്കമായി. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാൻഡ്മ ഫുട്ബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പയ്യന്നൂർ 7 ഫുട്ബോൾ ടൂർണമെന്റിന് കണ്ടങ്ങാളി ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തുടക്കമായി. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും വിവിധ സംസ്ഥാന ടീമുകളിലും സർവീസസ് പോലുള്ള ടീമുകളിലും കളിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വോളിബോൾ താരങ്ങളുടെ നാടാണ് കണ്ടങ്ങാളി. ആ നിലയിൽ വോളിബോൾ മത്സരങ്ങൾ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. ഈ കണ്ടങ്ങാളി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള വോളിബോൾ മത്സരം എത്രമാത്രം ആവേശകരമായിരുന്നുവെന്നും എത്രമാത്രം ആളുകളാണ് അത് കാണുന്നതിന് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് എന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നിലയിലുള്ള അനുഭവങ്ങൾ. ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വോളിബോൾ താരങ്ങളെല്ലാം ഈ കണ്ടങ്ങാടിയിലെ വോളിബോൾ ടൂർണമെന്റിൽ. സംഘാടക സമിതി ചെയർമാൻ ശശി വട്ടക്കോവൽ അധ്യക്ഷനായി. മിസ്റ്റർ ഇന്ത്യ P മോഹൻദാസ്, PA സന്തോഷ്, C ഷിജിൽ, K ഷൈബു എന്നിവർ സംസാരിച്ചു. മലബാർ ബസ് ക്ലബ് പയ്യന്നൂരും AFC ബീരിച്ചേരിയും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ AFC ബീരിച്ചേരി വിജയിച്ചു. MK നൌഷാദിന്റെ സ്മരണയിലുള്ള 1 ലക്ഷം രൂപയും നന്മ ചാരിറ്റബിൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നൽകുന്ന ട്രോഫിയും സമ്മാനമായി നൽകും. 18 വൈകിട്ട് 5:30 ടൗൺ ടീം പയ്യന്നൂരും മുസാഫിർ FC രാമന്തളിയും തമ്മിലും 19 മെട്ടമൽ ബ്രദേഴ്സും കോമ്രേഡ്സ് മാവിച്ചേരിയും തമ്മിലും ഏറ്റുമുട്ടും. 27 ഫൈനൽ മത്സരം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ സെന്റ് തോമസ് ഇടവകയിൽ ദുഃഖവെള്ളി ആചരിച്ചു. തുടർന്ന് പള്ളിയിൽ യേശുവിന്റെ പീഠാനുഭവ ചരിത്രം പ്രാർത്ഥനയിലൂടെ സ്മരിച്ചു. പയ്യന്നൂർ സെന്റ് തോമസ് ഇടവകയിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി കുരിശിന്റെ വഴി നടന്നു. പള്ളിയിൽ നിന്നും കോത്തായിമുക്ക് വരെയും തുടർന്ന് പള്ളിയിലേക്കും കുരിശിന്റെ വഴിയിലൂടെ ഇടവകജനം നടന്നു. തുടർന്ന് പള്ളിയിൽ യേശുവിന്റെ പീഡാനുഭവ ചരിത്രം പ്രാർത്ഥനയിലൂടെ സ്മരിച്ചു. കുരിശിന്റെ വഴിക്കും തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ ജോസഫ് വൈലിങ്കൽ, ഫാദർ തോമസ് കളപ്പുരിയിൽ, ഫാദർ മാത്യു നിരപ്പേൽ, ഫാദർ മൈക്കിൾ, ഫാദർ ബിനോയ്, ഫാദർ റിൻഡോ ചന്ദ്രത്തിൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സിനിമാ താരം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ കെട്ടിടം നടൻ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു.
നിൽക്കാൻ തറയില്ലാത്തൊരു നടന്ന് നാടകം കളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എല്ലാവരുടെയും ലെവലിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുക. അതിന് ഈ പറഞ്ഞ കേരള ഈ സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓർഗനൈസേഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ വേണം. അപ്പം അങ്ങനെയുള്ള വേദികളിൽ നിന്ന് മാത്രമല്ല, ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നിലൊരു മറ വേണം. ഈ മറയ്ക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വേണം. അപ്പം ഈ രണ്ട് ഘടകങ്ങളും, നാടകത്തിന് വേണ്ടതായ രണ്ട് ഘടകങ്ങളും ഇതുപോലുള്ള പന്തലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് നാടകവും ഈ പന്തലുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്കും വേണമെങ്കിൽ ഇതിനകത്ത് ഒരു തനി ഒരു പന്തൽ മുതലാളി എന്ന് പറയാമോ? അങ്ങനെ വേണം ആകാം. അതുകൊണ്ട് എന്നെ മാറ്റി നിർത്തണ്ട, ഞാനും ഇതിനൊക്കെ അർഹനായാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി ചെയർമാനുമായ ടി.വി. ബാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എ.പി. അഹമ്മദ് കോയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ കെ.സി. സതീശൻ, കൗൺസിലർ എ. ശോഭ, പി. സന്തോഷ്, കെ. ജയരാജൻ, വി. ബാലൻ, കെ.ടി. സഹദുല്ല, ശ്രീനാഥ് കരിപ്പത്ത്, വി. നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ രജത ജൂബിലി വോളിബോൾ ടൂർണമെന്റ് മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂർ ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. സംഘാടക സമിതി ഓഫീസിൽ വോളി വെബ്സൈറ്റ് സിനിമാ താരം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ രജത ജൂബിലി വോളിബോൾ ടൂർണമെന്റ് മെയ് 12 മുതൽ 18 വരെ നടക്കും. സംഘാടക സമിതി ഓഫീസിൽ വോളി വെബ്സൈറ്റ് സിനിമാ താരം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വ്യത്യസ്തമായൊരു കലയോടും നാടകത്തിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, അത് 100% ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജീവിതത്തെ കാണാനും പഠിക്കാനും ഒക്കെയുള്ള അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണ് ഇവിടം എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ വടക്കോട്ട് തെക്കര് മോശമെന്നല്ല പറഞ്ഞിവിടെ. ഞാൻ തെക്കൻ അതിപ്പോൾ എന്താണ് എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന സ്ഥലമാണ് പയ്യന്നൂർ. ഇങ്ങനെ ഈ ബാലനോട് പറഞ്ഞപ്പോൾ ഞാൻ എന്താ അല്ല ആയിക്കോട്ടെ. പക്ഷെ ഈ വോളിബോൾ ടൂർണമെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു വോളിബോൾ കളിക്കാൻ. ഞാൻ വോളിബോൾ കളിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ വിരലൊടുക്കും, 2 അടി അപ്പം വിരലൊടുക്കും. എന്നാൽ ഫുട്ബോൾ കളിക്കാന്ന് വെച്ചു, അപ്പം കാലൊടുക്കും. എനിക്ക് ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ, പക്ഷെ നടക്കില്ല. സംഘാടക സമിതി ചെയർമാൻ ടി. മധുസൂദനൻ എം.എൽ.എ. അധ്യക്ഷനായി. മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുരസ്കാരം നേടിയ ശേഷം ആദ്യമായി പയ്യന്നൂരിലെത്തിയ വിജയരാഘവന് സംഘാടക സമിതി വൈസ് ചെയർമാൻ വി. നാരായണൻ ഉപഹാരം നൽകി. പി. സന്തോഷ്, സരിൻ ശശി, പ്രൊഫസർ രാജഗോപാലൻ, എം. രാഘവൻ, കെ. ഫൽഗുനൻ, കെ. വി. ബാബു, സോഫിയ വിജയകുമാർ, ശശി വട്ടക്കോവൽ, സി. വി. ദിലീപൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഗ്രാമം കൊലീഗ്സ് വെറ്ററൻസ് കായികമേള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ. വിനോദ് കുമാർ മുഖ്യാതിഥിയായി. തുടർന്ന് കെലട്രോൺ കണ്ണൂരും കേരള പോലീസും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. 1-1 എന്ന സമനിലയിൽ മത്സരം സമാപിച്ചു. പയ്യന്നൂർ ഗ്രാമം കൊലീഗ്സ് വെറ്ററൻസ് കായികമേള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് തന്നെയാണ്, സമൂഹം നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ ഏറ്റവും ഉചിതമായ മാർഗം കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ കൊളീഗ്സിന്റെ സംഘാടകരും ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഗ്രാമീണ സൗന്ദര്യം നിലനിൽക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒന്നാന്തരം മൈതാനമുണ്ട്. ഈ മൈതാനത്ത് കായിക മേഖലയെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് കൊളീഗ്സിന്റെ കൂടെ ചുമതലയായിട്ടാണ് അവർ കാണുന്നത്. മുമ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുകൾ മാത്രം നടത്തിയിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വിവിധ ഇനം
കായിക മേളകൾ, കായിക ഇനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കായിക മേഖലയെ സജീവമാക്കി നിർത്താൻ കൊളീഗ് ശ്രമിക്കുന്നു എന്നറിയാൻ വലിയ സന്തോഷമുണ്ട്. സംസ്ഥാന തലത്തിലും സർക്കാർ തലത്തിലും ഒക്കെ ഏറെ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. വിവിധ ഇനങ്ങളിൽ കായിക നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥി സമൂഹത്തിന് അവർ പഠിക്കുന്ന എല്ലാ കോഴ്സിനും ഗ്രേസ് മാർക്കിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലും നൽകിക്കൊണ്ടിരിക്കുന്നു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ മുഖ്യാതിഥിയായി. ചെയർമാൻ കെ രഘു അധ്യക്ഷത വഹിച്ചു. ടി പി ശ്യാംസുന്ദർ, കെ കെ കുമാർ, എം പ്രസാദ്, പി സന്തോഷ്, കെ ജയരാജ്, രാജു അത്തായി, കെ വി സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കെൽട്രോൺ കണ്ണൂരും കേരള പോലീസും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. 1-1 എന്ന സമനിലയിൽ മത്സരം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രേക്ഷകരുടെ മനം നിറച്ച് ഹത്തനെ ഉദയ പ്രദർശനത്തിലെത്തി. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ AK കുഞ്ഞിരാമപ്പണിക്കർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ സംവിധാനം ചെയ്ത ചിത്രമാണ് ഹത്തനെ ഉദയ. പടം ഞാനതിൽ ചെറിയ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. മോശമല്ല, നല്ല അഭിപ്രായം. നല്ല മോശമല്ല, കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. നാട്ടുകാരുടെ അടുത്തല്ലേ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല സിനിമ, അടിപൊളി സിനിമയാണ്, കാണേണ്ട സിനിമ തന്നെയാണ്. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ AK കുഞ്ഞിരാമപ്പണിക്കർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ചിത്രം ഹത്തനെ ഉദയ പ്രദർശനത്തിനെത്തി. സിനിമ കണ്ടിറങ്ങിയ ഏവർക്കും പറയുവാനുള്ളത് നല്ലതു മാത്രം. ഇത്ര വരെ കണ്ടതിൽ ഒരു വെറൈറ്റി ആയിട്ട് അനുഭവപ്പെട്ടു. നല്ല സിനിമ, നല്ല പടമാണ്. നല്ല പുരാണ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കിടിലം പടം അടിപൊളി ചെയ്തിട്ടുണ്ട്. അമ്പുവിന്റെ ക്യാരക്ടർ തകർത്തിട്ടുണ്ട്. നല്ല സിനിമ, ഗംഭീര തുടക്കം. നാട്ടിൻപുറത്തുള്ള പച്ചയായ മനുഷ്യരുടെ കഥ പറയുന്ന നല്ല സിനിമ. ചിത്രത്തിൽ ദേവരാജ് കോഴിക്കോട്, റാം വിജയ്, സന്തോഷ് മാണിയാട്ട്, കപോതൻ ശ്രീധരൻ നമ്പൂതിരി, രാകേഷ് റാം വയനാട്, രാജീവൻ വെള്ളൂർ, ശശി IT, ആതിര, അശ്വതി, ഷൈനി വിജയൻ, വിജിഷ, ഷിജിന സുരേഷ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തെയ്യവും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം നാടിന്റെ കഥയും നാട്ടുകാരുടെ സിനിമയുമെന്ന പ്രത്യേകതയും ഹത്തനെ ഉദയ എന്ന ഈ ചിത്രത്തിനുണ്ട്. ഞാൻ സന്തോഷ് മാണിയാട്ട്. ഹത്തനെ ഉദയ എന്ന സിനിമയിൽ വാസു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ്. ഞങ്ങളെ കൂടെയുള്ള ബാക്കി ആർട്ടിസ്റ്റുകളാണ് ശശി, ലക്ഷ്മൺ മാഷ്, രവി, രാജീവൻ വെള്ളൂർ, ശ്രീധരൻ മാഷ്, രാകേഷ്. ഇങ്ങനെയെല്ലാം നമ്മളെ നാട്ടിലെ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ നല്ല പ്രതികരണം, ഒരു സെക്കൻഡ് കാന്താര എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിലും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുമെന്ന വിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നമ്മളെ അത് വളരെ ഇഷ്ടപ്പെട്ടതിന്, വളരെ ആസ്വദിച്ചതിന്, ഒരു നല്ലൊരു നമ്മളെ മലബാറിൻ്റെ ഒരു കാന്താരയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. കരിവെള്ളൂർ ഫെസ്റ്റിൽ ഗണിത പസിലുകൾ ഒരുക്കി കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ. മാടായി BRCയും പയ്യന്നൂർ BRCയും സംയുക്തമായി ഒരുക്കിയ വിദ്യാഭ്യാസ പവനിയനിലാണ് ഗണിത പസിൽ ഒരുക്കിയിരിക്കുന്നത്. മാടായി BRCയും പയ്യന്നൂർ BRCയും സംയുക്തമായി ഒരുക്കിയ വിദ്യാഭ്യാസ പവലിയനിലാണ് ഗണിത പസിലുകൾ ഒരുക്കി കൊഴുമൽ LP സ്കൂൾ ജനങ്ങളുടെ കയ്യടി നേടുന്നത്. പ്രൈമറി ക്ലാസുകളിൽ ഗണിത താൽപര്യം വളർത്തുന്നതിനും യുക്തിചിന്തയിലൂടെ ഗണിതശേഷികൾ വളർത്തുന്നതിനും പ്രയോജനപ്പെടുന്ന പസിലുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ ലഘുവായ പ്രശ്നങ്ങൾ മുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ വരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ള 12ഓളം പസിലുകൾ 4 വയസ്സു മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളെ ഒന്നടങ്കം ആകർഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും അടിസ്ഥാന ശേഷികൾ ഉറപ്പിക്കുന്നതിനായുള്ള കുഞ്ഞു പസിലുകൾ ഇവയിലുണ്ട്. എന്നാൽ യുക്തിചിന്തയോടെ സമീപിക്കാത്തവർക്ക് ഒത്തിരി നേരം അവിടെ ചിലവഴിക്കേണ്ടി വരുന്നു. 1 മണിക്കൂർ നേരത്തോളം സ്റ്റാളിനകത്ത് ചിലവഴിക്കുന്നവരുണ്ട്. അടുത്തടുത്ത സംഖ്യകൾ അടുത്തടുത്ത് വരാത്ത വിധം ക്രമീകരിക്കാനും ഒരേ വരിയിൽ വരുന്ന സംഖ്യകളുടെ തുക ഒരുപോലെയാക്കാനും
കഥകളിലൂടെ സംഖ്യാപ്രശ്നങ്ങളെ സമീപിക്കാനും കരുക്കൾ നീക്കി സംഖ്യകളെ ക്രമപ്പെടുത്താനുമുള്ള പസിലുകളാണ് ഇവിടെയുള്ളത്. ഏറെ താല്പര്യത്തോടെയാണ് കുട്ടികളെയും കൂട്ടി രക്ഷിതാക്കൾ ഇവിടെ എത്തുന്നത്. കരുവള്ളൂർ ഫെസ്റ്റിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഗണിത പസിലുകളാണ്. ഈ പസിലുകളിൽ നിന്ന് കുട്ടികൾക്ക് ഗണിത താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പസിലുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ മുതിർന്നവർ കൂടി വളരെ താല്പര്യത്തോടു കൂടി ഓരോ കാര്യത്തിൽ ഇടപെടുകയും വളരെ നന്നായിട്ട് അവർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നില്ലാണ്. BPC-മാരായ വിനോദ് മാസ്റ്ററും ഉമേശൻ മാസ്റ്ററും ട്രെയിനർമാരായ രാജൻ മാസ്റ്റർ, സൈനുദ്ദീൻ മാസ്റ്റർ, രമേശൻ മാസ്റ്റർ, ബിജു മാസ്റ്റർ എന്നിവരും നേതൃത്വം നൽകുന്നു. കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകനായ അപ്യാൽ രാജൻ മാസ്റ്ററും ഏതൻ, ഷാൽവിൻ, ആദിദേവ് എന്നിവരും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കൂടെയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വടക്കേ മലബാറുകാരുടെ ഹൃദയതാളമായ തെയ്യക്കോലങ്ങളുടെ ഫോട്ടോയും തലച്ചമയങ്ങളും ഫെസ്റ്റിലൊരുക്കി കാണികളുടെ ഹൃദയം കവരുകയാണ് തമ്പാൻ മണക്കാടും രതീഷ് കോളിയാടനും. ഇവിടെ എത്തിയാൽ ഈ സ്റ്റാളിന് നിങ്ങളോട് അനേകം കഥകൾ പറയാനുണ്ടാവും. വടക്കേ മലബാറുകാരുടെ ഹൃദയതാളമായ തെയ്യക്കോലങ്ങളുടെ ഫോട്ടോയും തലച്ചമയങ്ങളും ഫെസ്റ്റിലൊരുക്കി കാണികളുടെ ഹൃദയം കവരുകയാണ് തമ്പാൻ മണക്കാടും രതീഷ് കോളിയാടനും. ഈ സ്റ്റാളിലേക്ക് കയറിയാൽ നിങ്ങൾ മറ്റൊരു ലോകത്തെത്തും. ചുറ്റിലും ദൈവങ്ങൾ നിങ്ങളെ അനുഗ്രഹം ചുരിയാനുണ്ട്. തമ്പാൻ മണക്കാട് വാർഡ് മെമ്പർ കൂടിയാണ്. ഏറെ പണിപ്പെട്ടാണ് ഇദ്ദേഹം തലച്ചമയങ്ങളെല്ലാം ഒരുക്കിയത്. അതാകട്ടെ ഒരുപാടേറെ പുരാവൃത്തങ്ങൾ നിറഞ്ഞതുമാണ്. രതീഷ് കോളിയാടൻ്റെ ചിത്രങ്ങൾ ജീവൻ തുടിക്കുന്നവയാണ്. ഏറെ സാഹസപ്പെട്ടിട്ടാണ് രതീഷ് ചിത്രങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് ഇത് കാണുന്നവർക്ക് മനസ്സിലാകും. കാലത്തെ നിശ്ചലമാക്കിയിരിക്കുന്ന ഈ ചിത്രങ്ങൾ കാലം കടന്നുപോകും എന്നതും തീർച്ചയാണ്. ഇവിടെ ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപം കൊണ്ടുവന്നത് നമ്മുടെ മാണിയാട്ട് ധനരാജ് എന്ന ആർട്ടിസ്റ്റാണ്. അതിലുപരിയായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ച ഈ ഫോട്ടോകളൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുന്ന രതീഷ് കോളിയാടിൻ്റെ വക നമുക്ക് തന്നതാണ്. അതൊക്കെ അറേഞ്ച് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റാൾ ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചത് രതീഷ് കോളിയാടിൻ്റെ അകമഴിഞ്ഞ സഹായം കൊണ്ട് തന്നെയാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിലൊരു തോറ്റം പാട്ട് കൂടിയുണ്ട്. ഇപ്പോൾ മുച്ചിലോട്ട് ഭഗവതിയാണ് ഇവിടെ ഏറ്റവും ആകർഷിക്കപ്പെടുന്നത് കടന്നു വരുമ്പോൾ തന്നെ. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ സ്റ്റാളിന് നിങ്ങളോട് അനേകം കഥകൾ പറയുവാനുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകൻ വിജയൻ തെരുവത്തിന്റെ വെയിലുറങ്ങട്ടെ കാവ്യസമാഹാരം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ ഡോക്ടർ സോമൻ കടലൂർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകൻ വിജയൻ തെരുവത്തിന്റെ വെയിലുറങ്ങട്ടെ കാവ്യസമാഹാരം പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ സോമൻ കടലൂർ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ടോഫോം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ VK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും വാഗ്മിയുമായ പ്രകാശൻ കരിവള്ളൂർ പുസ്തകം ഏറ്റുവാങ്ങി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. T ഭരതൻ, രാഘവൻ കടന്നപ്പള്ളി, KK അഷ്റഫ്, ഗണേശൻ പയ്യന്നൂർ, വിജയൻ തെരുവത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കക്കറ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സമന്വയ കലാസാഹിത്യവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന K കരുണാകരൻ മാസ്റ്റർ സ്മാരക രണ്ടാമത് നാടകോത്സവത്തിന് തുടക്കമായി. T മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയും സമന്വയ കലാസാഹിത്യവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന K കരുണാകരൻ മാസ്റ്റർ സ്മാരക രണ്ടാമത് നാടകോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 20 വരെ കക്കറ KV ഗോവിന്ദൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാടകോത്സവം T മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രവി ഏഴോ സാംസ്കാരിക പ്രഭാഷണം നടത്തി. P വീണ, M സനൂപ്, KV അഖിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്ന നാടകം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെള്ളൂർ ഗവൺമെന്റ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി A നമ്രതിന്റെ തെയ്യ ചിത്ര പ്രദർശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. അപൂർവ തെയ്യങ്ങളുടെ ചിത്രങ്ങളുമാണ് പ്രദർശനത്തിലുള്ളത്. ശത്രുസംഹാരവും ശിഷ്ടപരിപാലനവും നടത്തുന്ന പീഠവഴക്ക പ്രകാരമുള്ള 1x40 തെയ്യങ്ങളുടെ നേർചിത്രങ്ങളുള്ള എമ്പുരാൻ ചിത്രപ്രദർശനം കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി A നമ്രതിൻ്റെതാണ് ഈ വേറിട്ട ചിത്രങ്ങൾ. കമ്മാടത്ത് ഭഗവതി, പടക്കത്തി ഭഗവതി, പുതിയ ഭഗവതി തുടങ്ങിയ ഭഗവതിമാരും
കുതിച്ചോൻ, വസൂരിമാല, കൈതച്ചാമുണ്ടി തുടങ്ങിയ അപൂർവ തെയ്യങ്ങളുടെ ചിത്രമാണ് പ്രദർശനത്തിലുള്ളത്. തെയ്യം ചിത്രങ്ങൾ കൂടാതെ തെയ്യ ശില്പങ്ങളും കളിമണ്ണിൽ നമ്രിത് ചെയ്തു വരുന്നുണ്ട്. ചെമ്പ്രകാനം ചിത്രശില്പകല അക്കാദമിയിലെ വിദ്യാർത്ഥിയാണ് നമ്രിത്. നെടുവപ്പുറത്തെ അധ്യാപകനായ എ അനീഷിന്റെയും എ രശ്മിയുടെയും മകനാണ്. മേഹിതാണ് സഹോദരൻ. ചിത്രപ്രദർശനം മുൻ MP പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രരംഗത്തെ ഈ വലിയ മാറ്റം സ്വാഭാവികമായും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനവും ശക്തിയും നൽകുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 വയസ്സ് പ്രായമുള്ള നമ്മുടെ കൊച്ചനിയ വരച്ച ചിത്രങ്ങളാണ് നിങ്ങളിപ്പോഴും കാണുന്നത്. ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ചന്ദ്രൻ മുട്ടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ട്, ഡോക്ടർ സുനിൽ, ധന്യ മഹേഷ്, രശ്മി എ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമാകുന്നു. പരിയാരം ഔഷധി പ്ലാന്റേഷൻ കടന്നപ്പള്ളി റോഡാണ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നത്. പരിയാരം ഔഷധി പ്ലാന്റേഷൻ കടന്നപ്പള്ളി റോഡ് തകർന്ന് വാഹനയാത്ര ദുഷ്കരമായി മാറിയിരിക്കുന്നു. റോഡിന്റെ പല ഭാഗവും തകർന്നു കിടക്കുന്നു. ചിലയിടങ്ങളിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനയാത്രക്കാർക്ക് ഏറെ പ്രയാസം അനുഭവപ്പെടുന്നു. കടന്നപ്പള്ളി ഭാഗത്തു നിന്നും എളുപ്പത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള പ്രധാന റോഡാണിത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ റീടാറിംഗ് നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1977 SSLC ബാച്ച് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1977 SSLC ബാച്ച് ഓർമ്മക്കൂട്ടിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നടക്കാവ് മിഥിലാജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. 1977 ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ശേഷവും കുറേ തലമുറ വന്നു. അപ്പോൾ ഈ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ് നമ്മളിനി പഠിച്ചെടുക്കേണ്ടത്. PK രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. AV ലേജു, രാജ്മോഹൻ നീലേശ്വരം എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ശശിമോഹനൻ PP, രാജീവൻ P, പുഷ്പജ PV, TV രവി, T ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓർമ്മക്കൂട്ട് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ കിറ്റുകൾ വിതരണം ചെയ്തു. കുറ്റൂർ മേനോൻ കുന്നിലെ 14 കുടുംബങ്ങൾക്കാണ് ഈസ്റ്റർ കിറ്റുകൾ സമ്മാനിച്ചത്. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ കിറ്റുകൾ വിതരണം ചെയ്തു. കുറ്റൂർ മേനോൻ കുന്നിലെ 14 കുടുംബങ്ങൾക്കാണ് ഈസ്റ്റർ കിറ്റുകൾ സമ്മാനിച്ചത്. മാതമംഗലം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം നിർവഹിച്ചു. KK സൈതാലി കിറ്റ് വിതരണം നിർവഹിച്ചു. P ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. P ദിബീഷ്, M ശോഭ, അന്നക്കുട്ടി മുണ്ടയ്ക്കൽ, ജോസ് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വിഷുദിനത്തിൽ 60ഓളം കുടുംബങ്ങൾക്ക് വിഷുക്കിറ്റുകളും മാതമംഗലം കൂട്ടായ്മ സമ്മാനിച്ചിരുന്നു. മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ സ്വമേധ്യാ നൽകുന്ന സംഭാവനകളും പച്ചക്കറിയും വാഴയും ഓണക്കാലത്ത് പൂക്കളും കൃഷി ചെയ്ത് ലഭിക്കുന്ന തുകയാണ് മാതമംഗലം കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകപാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരിമലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഠാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടത്തി. കാൽവരിയിലേക്കുള്ള പീഠാസഹനത്തിന്റെ ഓർമ്മയിൽ 14 സ്ഥലങ്ങളിലൂടെ മരക്കുരിശുമെടുത്താണ് വൈദികരും വിശ്വാസികളും കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചത്. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. കേരളത്തിലെ യുവാക്കളിലും കുട്ടികളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ആസക്തിക്കെതിരെ പ്രചരണ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ഉത്സവം ആചാര വെടിക്കെട്ടിനെതിരെ കേസെടുത്ത് കണ്ണപുരം പോലീസ്. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിനാണ് കേസ്.
പയ്യന്നൂരിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ അളവറ്റ സംഭാവനകൾ നൽകിയ യുണീക് കൊക്കാനശ്ശേരിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ചെണ്ടമേളം അരങ്ങേറ്റം നടക്കും. പയ്യന്നൂർ സുധിയുടെ ശിക്ഷണത്തിൽ പ്രായലിംഗ ഭേദമന്യേ 40 കലാകാരന്മാർ ചെണ്ടമേള അരങ്ങേറ്റത്തിനായി അക്ഷീണ പ്രയത്നത്തിൽ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.